എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണം, നമ്മളും സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നല്ല 2 റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളരിക്ക എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വെക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തിരി വലിയ വെള്ളരിക്കയാണ് കേട്ടോ. ഇത്ര മുഴുവൻ നമുക്ക് വേണ്ട, ഈ ഒരു ചെറിയൊരു പീസ് മാത്രം മതി. അപ്പോൾ ഞാൻ ആ ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഓരോ കുത്തുണ്ട്, അത് വലിയ കേടൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ കുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിനെ വീണ്ടും 2ആക്കി മുറിച്ച് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ കൂട്ടാൻ വയ്ക്കുമ്പോഴും അതിൻ്റെ കഷ്ണം മുറിക്കലിന് ഓരോരോ ഇതുണ്ടാവില്ലേ. അപ്പോൾ ചില കഷ്ണം നമ്മൾ ഒരുപാട് നൈസായി മുറിക്കും, ചിലത് കുടുക്കനെ മുറിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന ഈ കൂട്ടാൻ ഒരു വ്യത്യാസമായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുറിച്ച് വെക്കുമ്പോഴാണ് ഈ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിനെ എന്ത് രീതിക്ക് മുറിക്കുകയെന്ന് എനിക്ക് പറയാനറിയില്ല. ഇതുപോലെയാണ് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഇതുപോലെ നല്ല നൈസായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. വണ്ണവും ആവശ്യമില്ല, അതുപോലെ ഒരു കുടുകുടൊന്നും വേണ്ട കേട്ടോ. ഈ സൈസിന് നമ്മൾ നൈസായിട്ട് അത് മുറിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പരിപ്പൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു 2 വിസിൽ അടിച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഇന്നത്തെ കൂട്ടാൻ വയ്ക്കുന്നത്. മൺചട്ടി വെച്ച് കൊടുത്ത് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഷ്ണത്തിൻ്റെ അളവൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് കൂടുതലെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളരിക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വെള്ളരിക്ക മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതിയാകും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ നമ്മുടെ വെള്ളരിക്കയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുപാട് വെള്ളമായിപ്പോവും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ചീരയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ആദ്യം തന്നെ ചീരയുടെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇലകൾ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അതിന് ശേഷം നമുക്കിതിൻ്റെ തണ്ട് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇലയും തണ്ടും വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എങ്ങനെ പോയാലും നമ്മുടെ ഇലയിലും കുറച്ച് തണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ മുറിച്ച് മാറ്റിയ തണ്ടിനെ മാറ്റിയതിന് ശേഷം ഈ ഇലയിലുള്ള തണ്ടിനെ ഒന്നുകൂടെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇല വരുന്ന ഭാഗം വരുമ്പോൾ കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ നമുക്ക്, കഷ്ണമല്ല വലുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നൈസിൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, വലുതായി തന്നെ മുറിച്ചെടുത്ത് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കയൊക്കെ തിളച്ച് റെഡിയായപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ വെന്ത് വരട്ടെ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള 4 പച്ചമുളക്, പിന്നെ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ അളവ് കൂടണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. എന്നിട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചതിലേക്ക് ഒരു 1/4 സ്പൂൺ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ വരെ നമുക്ക് കടുക് ചേർക്കാം. എന്താ പറഞ്ഞാൽ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 സ്പൂൺ വരെ ചേർക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെക്കുന്നത് നമ്മുടെ വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കടുകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ജീരകം കുറച്ച് ചേർത്തിട്ട് കടുക് കൂടുതൽ ചേർക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടുകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 1/4 സ്പൂൺ മാത്രമേ ജീരകമല്ല കടുക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കടുകിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് എടുക്കുക. നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 സ്പൂൺ വരെ ശരിക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ തേങ്ങ നല്ലപോലെ അരച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ കടുക് ചേർത്ത് ഒന്ന്
ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ കടുക് നല്ലപോലെ അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങയൊക്കെ അരച്ചതിന് ശേഷം ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അരപ്പ് അങ്ങനെ നമ്മുടെ വെള്ളരിക്കിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വിട്ടു കേട്ടോ. നല്ലപോലെ തിളച്ച് നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പുളിയിൽ കുറവുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 3/4 ഗ്ലാസ് തൈര് ഒന്ന് അടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടു കേട്ടോ. അതവിടെ ചൂടിൽ തന്നെ നമ്മുടെ തൈരൊന്ന് റെഡിയായി വന്നോളും. തൈര് ചേർത്ത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെന്തയം ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മോരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോരുമുളക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് അങ്ങനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും പച്ചടി എന്ന് പറയുമ്പോൾ തൊട്ട് കൂട്ടാനല്ലേ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മളൊക്കെ ഈ പച്ചടി ഇതുപോലെ ഒഴിച്ച് കഴിക്കാൻ കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പച്ചടിക്ക്. നമ്മൾ മുളകൊക്കെ പൊട്ടിച്ചിട്ടും അതുപോലെ വറുത്തിട്ടും ചേർത്തുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ വേറൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എന്താ പറയുക വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ പരിപ്പ് വേവിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ, എന്നാൽ വേവും വേണം. ആ കണ്ടീഷനിൽ വേണം നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പരിപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ എന്താ പറയുക പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെന്ത് വരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീര മുറിച്ച് വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ ചീരയുടെ തണ്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തേക്ക് ചേർക്കുമ്പോൾ തണ്ട് ഫസ്റ്റ് വെള്ളത്തിൽ വീഴുകയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ തണ്ട് വെന്ത് വരും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീരയൊക്കെ വെന്ത് കഴിഞ്ഞാൽ തണ്ട് വേവാൻ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ചീരയുടെ തണ്ട് ഇടുക, അതിന് ശേഷം ഇലയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇടയിലൊരു എന്താ പറയുക നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവിയൊക്കെ മുകളിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ചീരയൊക്കെ ഒന്ന് ചുങ്ങി വരും കേട്ടോ. അങ്ങനെ ഞാൻ നല്ലപോലെ ചുങ്ങിയ ചീര ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചീര വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കുക പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയുള്ളിയൊക്കെ ഉണ്ട്, പച്ചമുളക് എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചീര ഉടച്ചതാണ്. നമ്മുടെ മത്തൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉടയ്ക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ ചീരയ്ക്ക്. ഇപ്പം എൻ്റെ കയ്യിൽ മത്ത് എന്താ പറയുക ഉണ്ട്, പക്ഷേ അതിൻ്റെ രണ്ട് സൈഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ മത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഉടച്ചെടുക്കണ്ട, എന്നാലും ലൈറ്റായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ പച്ചമുളകിൻ്റെ ആ എരിവൊക്കെ കൂടുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തു. പരിപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇനി പ്രത്യേകിച്ച് വേറൊന്നും ഇതിൽ ചേർത്തേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ചുവന്ന ചീരി വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ എല്ലാം കൂടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പച്ചച്ചീരയാലും ശരി ചുവന്ന ചീരയാലും ശരി ഏത് ചീര വെച്ച് ചെയ്താലും ഇതുപോലെയുള്ള നമ്മുടെ ചീര ഉടച്ചത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ. നല്ല ചൂടായിട്ടുള്ള നമ്മുടെ ചോറ്, അതായത് മട്ടേരി ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാ കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീര
നല്ലപോലെ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീര നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മുടെ പച്ചടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് ഒന്നുമില്ലേ നമ്മുടെ പപ്പടം, ഇല്ലെങ്കിൽ വറ്റൽ കേട്ടോ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് വറ്റലാണ് കേട്ടോ വറുത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിലൊന്നും വെക്കേണ്ട, നല്ല കുറുകിയ ചാറോടുകൂടി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വറുത്തിട്ടുള്ള നമ്മുടെ മുളക് ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. മോരുമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.